ലാൻഡ് റവന്യൂ കമ്മീഷണറോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം കളക്ടറോട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് എന്താണ് സംഭവിച്ചത്, എവിടെയാണ് വീഴ്ച പറ്റിയിട്ടുള്ളത്, അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പോർട്ട് അതിനകത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. പക്ഷേ ഞങ്ങൾക്ക് ഞാനും ജില്ലാ കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആ കളക്ടർ ഉൾപ്പെടെ സൂചിപ്പിച്ചതും ആ കുട്ടി വിഷം കഴിച്ച് 2 ദിവസം കഴിഞ്ഞാണ് മരിക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിന് വ്യക്തമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി കൊടുത്തതിനകത്തും വീട്ടിലും ഓഫീസിലുമുള്ള സ്ട്രെസ്സാണ് കാരണം. എനിക്ക് ആരോടും പരാതിയില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ജില്ലാ കളക്ടറോട് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ. അതോടൊപ്പം തന്നെ ഈ കുട്ടി സീനിയർ ക്ലർക്കാണ്, അവരെ സ്ഥലം മാറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണോ അത് നടന്നത്, അതിന് മുമ്പാണോ നടന്നത് എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ ഒരു സ്ഥലം മാറ്റം നടന്നിട്ടുള്ളത്. സ്ഥലം മാറ്റം എന്നല്ല, നിലവിലെ സെക്ഷൻ മാറുന്നുള്ളൂ. സെക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് എൻഡോസൾഫാൻ സെക്ഷനിലേക്ക് മാറ്റി. എൻഡോസൾഫാൻ സെക്ഷൻ ഏറ്റവും ജോലി കുറഞ്ഞ സെക്ഷനാണ് എന്നാണ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നതല്ല എന്നുള്ളതാണ്. ഏതായാൽ പോലും അത്തരം കാര്യങ്ങൾ സെക്ഷൻ മാറിയതാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സാണോ എന്നുള്ളതൊക്കെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വരും. പക്ഷേ ഏതായാലും പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമായി കാണുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്ന് അറിയട്ടെ. അറിഞ്ഞ ശേഷം നമുക്ക് ആരെ വേണമെങ്കിലും കുറ്റപ്പെടുത്താം. അറിയുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഗവൺമെന്റിന്റെ വീഴ്ചയായി പറയുന്നത് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കാണുന്നൊരു ഭാഗമാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു ട്രാൻസ്ഫർ, ഈ ഒരു സെക്ഷൻ ചേഞ്ച് നടന്നതിന്റെ പേരിലാണെങ്കിൽ അത് ഏത് സമയത്ത് നടന്നു, ഇനി അതാണോ ഒക്കെ വരണ്ടേ. അതിനു മുമ്പ് തന്നെ ചാടിക്കേറി ഇത്തരം അഭിപ്രായം പറയുന്നത് പ്രതിപക്ഷ നേതാവിന് ചേർന്നല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് അദ്ദേഹം ഒന്നും കൂടി ആലോചിക്കണം എത്ര അഭിപ്രായങ്ങൾ പറയും. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം എല്ലാ സർക്കാർ ജീവനക്കാരോടും പ്രത്യേകിച്ച് പ്രതികാരത്തോടെ നിലപാട് സ്വീകരിക്കും. അതിന്റെ ഒരു വ്യക്തിമാണ്, അതിന്റെ രക്തസാക്ഷിയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അല്ല, ഞങ്ങള് ആ ഇന്ന് മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത വ്യക്തിയെ ഞങ്ങള് ആ കളക്ടറേറ്റിൽ നിന്ന് വേറെ എവിടേക്കും മാറ്റിയിട്ടില്ല. സെക്ഷൻ ചേഞ്ചാണ് നടന്നിട്ടുള്ളത്. ആ സെക്ഷൻ ചേഞ്ച് പോലും ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പാണ് സെക്ഷൻ ചേഞ്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ ആരാ ഉത്തരവാദി എങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് അദ്ദേഹം കണ്ണൂരാണുള്ളത്. കാസർഗോഡ് കളക്ടറേറ്റിൽ അന്വേഷിച്ചാൽ അതിന് വ്യക്തമായ വിവരം കിട്ടും. അതൊന്ന് അന്വേഷിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ട് വേണം മാധ്യമങ്ങളെ കണ്ട് ഇത്ര വിമർശനം ഉന്നയിക്കേണ്ടത്. ഞങ്ങൾ ഒരു ജീവനക്കാരോടും ഒരു രീതിയിലും കഴിഞ്ഞ 10 വർഷത്തെ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഡ്ജ് വെച്ചുകൊണ്ടൊന്നും പെരുമാറുന്ന സമീപനമില്ല. സ്വാഭാവികമായ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാവും. ഗവൺമെന്റ് വരുന്നാലുണ്ടാവും, അല്ലെങ്കിൽ 2-3 വർഷം കഴിയുമ്പോഴുണ്ടാവും. അത്തരത്തിലുള്ള സ്ഥലം മാറ്റം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഒരാളെയും ബോധപൂർവം ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയമായി കണ്ടുകൊണ്ടുള്ള സ്ഥലം മാറ്റമൊന്നും ഞങ്ങൾ നടത്താറില്ല, ഞങ്ങളുടെ ശൈലിയല്ല. ഇന്നലെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ നിലപാട് വ്യക്തമാക്കി. അതായത് BM3 തുടരണമെന്ന് പൊതുവായ ആളുകൾക്ക് അഭിപ്രായമില്ല, തങ്ങൾക്കും അത്തരത്തിൽ അഭിപ്രായമില്ല എന്നാണ്. ഇനി നിലപാട് വ്യക്തമാക്കുന്നത് കോൺഗ്രസാണ്. കോൺഗ്രസിനൊരു നിലപാടുണ്ടല്ലോ, ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള. കോൺഗ്രസ് ആരാ ദേശീയ തലത്തിൽ ശക്തമായി എതിർത്തിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്തിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കേരളത്തിൽ ഞങ്ങളുടെ നിലപാട് BM3ക്ക് എതിരാണ്, തർക്കമില്ല. പക്ഷെ ഞങ്ങളിത് ഗവൺമെന്റ് വന്ന സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കമ്മിറ്റിയെ വെച്ച്, ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ നിലപാട് പറയും. കമ്മിറ്റി റിപ്പോർട്ട് ഉപസമിതി വെച്ചിരിക്കുകയാണ്, മന്ത്രിമാരുടെ ഉപസമിതിയാണ്. അവർ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനകത്തുള്ള കോൺഗ്രസിന്റെ അഭിപ്രായം, എല്ലാവരുടെ അഭിപ്രായം അതിനകത്തുണ്ടാവും. ലീഗിനും താല്പര്യമില്ലെങ്കിൽ നമുക്ക് BM3 ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ വരട്ടെ, നമ്മളൊരു ഉപസമിതി വെച്ചല്ലോ. ആ ഉപസമിതി വെച്ച സാഹചര്യത്തിൽ ആ ഉപസമിതി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിന്റെ ഫൈനൽ പറയാം. പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.